guys, welcome back to another episode of collegemunshi.com. അപ്പോൾ +2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതും നെക്സ്റ്റ് കോഴ്സ് എടുക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ എക്സാം എഴുതുന്ന തിരക്കിൽ തന്നെ അടുത്ത കോഴ്സ് എന്ത് ചെയ്യണം എന്നുള്ള ഡൗട്ടിലായിരിക്കും പല സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം. എന്നാൽ കുറേ സ്റ്റുഡൻസിന് ഇപ്പം തന്നെ അവർ എന്ത് കോഴ്സ് നെക്സ്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കും. കുറേ ആളുകൾ ഉണ്ടായിരിക്കും BCA കോഴ്സ് എടുക്കാനായിട്ട് നിൽക്കുന്നത്. BCA ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കോഴ്സാണ്. അതിനൊരു റീസണും ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ടെക്നോളജീസ് ഇമ്പ്രൂവ് ആയിട്ട് വരികയാണ്. IT ഫീൽഡിലോട്ട് കുറേ അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നൊരു ടൈമാണ്. ആൻഡ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കോഴ്സ് കൂടിയാണ് BCA. അതുകൊണ്ട് തന്നെ കുറേ അധികം സ്റ്റുഡൻസാണ് BCA കോഴ്സ് എടുക്കാനായിട്ട് നിൽക്കുന്നത്. സോ BCA എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? BCA നമുക്കറിയാം കുറേ അധികം സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ വളർന്നു വരുന്നൊരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ BCAയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ള ഒരുപാട് സ്പെഷ്യലൈസേഷനോട് കൂടിയാണ് BCA കോഴ്സ് വരുന്നത്. സോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഏത് സ്പെഷ്യലൈസേഷനാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, ഏത് ചൂസ് ചെയ്താലാണ് എനിക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ BCAയിൽ തന്നെ രണ്ട് ടോപ്പായിട്ട് നിൽക്കുന്ന രണ്ട് സ്പെഷ്യലൈസേഷൻസിൻ്റെ കമ്പാരിസൺ നമുക്ക് നോക്കാം. അതായത് BCA ഇൻ ഡാറ്റ സയൻസും BCA ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും. ഈ രണ്ട് കോഴ്സ് തമ്മിലുള്ള കമ്പാരിസണും ഏത് പഠിച്ചാലായിരിക്കും നമുക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, അതേപോലെ തന്നെ നമുക്കൊരു ബെറ്റർ സാലറി പാക്കേജ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ BCA കോഴ്സ് എന്താണെന്നും BCAയിലെ മറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താ, മറ്റ് സ്പെഷ്യലൈസേഷൻസ് എന്താ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ കാണാത്തവരാണെങ്കിൽ വേഗം പോയി ആ വീഡിയോ ചെക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് BCA ഡാറ്റ സയൻസ് നോക്കാം. ഡാറ്റ സയൻസ് എന്ന് വെച്ചാൽ എന്താ? ബിസിനസ്സിൽ തന്നെ ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുക. അങ്ങനെ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നല്ല ഡിസിഷൻസ് എങ്ങനെയൊക്കെ ബിസിനസ് ഗ്രോ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്ന കോഴ്സാണ് ഡാറ്റ സയൻസ്. നമുക്കറിയാം ഇപ്പോൾ അധികം കമ്പനീസിലും നമ്മുടെ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഡാറ്റാസ് അനലൈസ് ചെയ്തിട്ടാണ് അവർ ഓരോ ട്രെൻഡ്സ് ഇറക്കുന്നത്. ലൈക്ക് കസ്റ്റമറിനെ അനലൈസ് ചെയ്തിട്ട് മാർക്കറ്റ് ട്രെൻഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് അവർ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ ഈ ഒരു ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ബിസിനസ് ഗ്രോ ചെയ്യാം എന്നാണ് ഈ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. നമുക്ക് ഡാറ്റാസ് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം, അതേപോലെ തന്നെ അതൊക്കെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വലിയ വലിയ കമ്പനീസ് ആയിട്ടുള്ള ആമസോൺ, ഗൂഗിൾ, പിന്നെ ബാങ്ക്സ്, ഇത്തരത്തിലുള്ള ഒരുപാട് കമ്പനീസാണ് ഈ ഒരു ഡാറ്റ അനലൈസ് ചെയ്തിട്ട് കസ്റ്റമർ ബിഹേവിയർ മനസ്സിലാക്കുക, അതേപോലെ തന്നെ പുതിയ ട്രെൻഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള ടെക്നിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. സോ ഇത്തരം കമ്പനീസ്, അപ്പോൾ വലിയ വലിയ MNCസിലെല്ലാം തന്നെ ഡാറ്റ സയൻസ് പഠിച്ച ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് ആവശ്യമുണ്ട്. സോ നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ബിസിനസ് പുതിയ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ കസ്റ്റമർ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും. ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ കമ്പനീൻ്റെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റും. സോ ഡാറ്റ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് നമ്മളെ കാത്തിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ജോബ് റോൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെയാണ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് റോള്. ഈ ഒരു ജോബ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റാസ് മനസ്സിലാക്കുക, ഡാറ്റാസിനെ അനലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുക, എങ്ങനെയൊക്കെ ബിസിനസ് ഗ്രോ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കമ്പനീസിനെ ഡാറ്റാസ് അനലൈസ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഡാറ്റ അനലിസ്റ്റുകൾ. അടുത്തൊരു ജോബ് റോളാണ് ബിസിനസ് ഇൻ്റലിജൻസ് എക്സ്പെർട്ട്. ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ ഡാറ്റാസിനെ വെച്ചിട്ട് ഉള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ജോബ് റോൾ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നൊരു ജോബ് റോളാണ് ബിഗ് ഡാറ്റ എഞ്ചിനീയർ. അപ്പോൾ ലാർജ് സെറ്റ്സ് ഓഫ് ഡാറ്റാസ് വരും. ഇപ്പോൾ ഒരു സ്മോൾ കമ്പനീസ് ആണെങ്കിൽ നമുക്ക് കുഞ്ഞു ഡാറ്റാസ് ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ ബിഗ് കമ്പനീസ് അല്ലെങ്കിൽ നമ്മളൊരു ബിഗ് ബിസിനസ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറേ അധികം ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലാർജ് സെറ്റ്സ് ഓഫ് ഡാറ്റാസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു ജോബ് റോളിൽ പെടുന്നത്.
അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഒരു 3 ജോബ് റോൾസ് മാത്രമല്ല, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളും കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു BCA ഡാറ്റാ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കേൾക്കുമ്പോൾ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സ് എടുത്താലോ എന്നൊക്കെ തോന്നും. ബട്ട് നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മാത്സ്, പ്രോബ്ലം സോൾവിങ്, അതുപോലെ നമ്പേഴ്സ് അനലൈസ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ്, ഈ കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ ചൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ജോബ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ബോർഡായിരിക്കും. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ആ ഒരു ജോബ് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും. സോ നിങ്ങൾക്ക് മാത്സ്, പ്രോബ്ലം സോൾവിങ്, നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബിഗ് കമ്പനീസ് ആയിട്ടുള്ള ആമസോൺ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ഇവരൊക്കെയാണ് ഈ ഒരു ഡാറ്റാ സയൻസ് പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്ന ആളുകൾ. സോ നിങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ ജോബ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് കിട്ടും. അപ്പോൾ അടുത്തതാണ് BCA ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ നമ്മൾ കുറേ അധികം കേൾക്കുന്ന ഒരു പേരാണ്. നമുക്കറിയാം ഹ്യൂമൻസിൻ്റെ ജോബ് റോൾസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ആർട്ടിഫിഷ്യൽ AIക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം. സോ എങ്ങനെയൊക്കെ ഹ്യൂമൻസിനെ പോലെ AIക്ക് തിങ്ക് ചെയ്യാം അല്ലെങ്കിൽ വർക്ക് ചെയ്യാം എന്നുള്ളൊരു സംഭവം ചെയ്യിപ്പിക്കുന്ന ഒരു ജോബ് റോളാണ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതേപോലെ നമ്മൾ കേട്ടുപരിചയമുള്ളൊരു പേരാണ് അലക്സ, പിന്നെ സ്മാർട്ട് റോബോട്ട്സ്, പിന്നെ AI സെൽഫ് ഡ്രിവൺ കാർസ്, ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ് ഈ ഒരു ഇടയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് AI ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് BCA ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർസ്, AI സോഫ്റ്റ്വെയർസ്, മെഷീൻസ് ഒക്കെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഒരു സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും ഈ ഒരു കോഴ്സിൽ. ആൻഡ് ഇനി ഈ ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ജോബ് റോൾസ് ആണ് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ആണ് AI എഞ്ചിനീയർ. അപ്പോൾ ഈ ഒരു ജോബ് റോൾ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് AI സ്മാർട്ട് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടു ChatGPT, DeepSeek AI പോലുള്ള ഒരുപാട് AI സോഫ്റ്റ്വെയർസ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സ്, കൂടുതൽ ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയർ ഒക്കെ പുതിയ രീതിയിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. സോ ഇങ്ങനെ ബിൽഡ് ചെയ്യുന്ന, ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് AI എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു ജോബ് റോൾ ചെയ്യുന്നത്. നെക്സ്റ്റത്തെ ഒരു ജോബ് റോളാണ് മെഷീൻ ലേണിംഗ് എക്സ്പെർട്സ്. ഇവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഈ സോഫ്റ്റ്വെയർസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ആവും എന്നുള്ളൊരു കാര്യമാണ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു AI എഞ്ചിനീയർ എന്ന് പറയുന്നത് ബിൽഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക, പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവരിക, അതിനെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ജോബ് റോളിൽ പെട്ട ആളുകൾ ചെയ്യുന്നത്. അടുത്തൊരു ജോബാണ് NLP സ്പെഷ്യലിസ്റ്റ്. ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വോയിസ് ആയിട്ടുള്ള റോബോട്ട്സ് ഉണ്ടാവില്ലേ, ലൈക്ക് ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻസ്, അലക്സ, സിറി, അത്തരത്തിലുള്ള റോബോട്ടിക് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊക്കെ അതിനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ അവർ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക, ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള AI ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് കൊണ്ടുവരിക, ബിൽഡ് ചെയ്യുന്ന ആളുകളെയാണ് NLP സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു 3 ജോബ് റോൾസ് മാത്രമല്ല, ഈ ഒരു BCA ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ജോബ് റോൾസ് കാത്തു നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു പുതിയ ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന ഒരു ടൈമാണ്. ആൻഡ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. സോ ഈ ഒരു കോഴ്സ് നമ്മൾ ഈ ഒരു സ്പെഷ്യലൈസേഷനിൽ പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് മാത്രം കേട്ടിട്ട് സ്റ്റുഡൻസ് ആരും ചാടിക്കയറി ഈ ഒരു കോഴ്സ് എടുക്കരുത്. നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ്, ഓട്ടോമേഷൻ, ടെക്നോളജി കാര്യങ്ങളിലൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റോബോട്ടിക്സ് കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് റോബോട്ടിക്സ്, ഓട്ടോമേഷൻ, ഗെയിമിങ്, IT ഫീൽഡ് ഈ ഒരു ഏരിയയിലൊക്കെയാണ് നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. അപ്പോൾ IT കമ്പനീസിൽ തന്നെ ഏറ്റവും ഹൈ ഡിമാൻഡുള്ള 2 സ്പെഷ്യലൈസേഷൻ കോഴ്സുകളാണ് BCA ഇൻ ഡാറ്റാ സയൻസും BCA ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഈ 2 കോഴ്സുകളും നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ്സ് കിട്ടിയേണ്ടി വരും ലാസ്റ്റ്. സോ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾ പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡിലോട്ട് വരാം. സോ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന ഒരു ഫീൽഡാണ് BCA എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് BCA ഈ ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MCA പോലുള്ള കോഴ്സുകൾ എടുക്കാം. അതും ഈ സ്പെഷ്യലൈസേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആൻഡ് സാലറി പാക്കേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ
ഒരു 3 to 5 lakhs പെർ ആനം കിട്ടുവാണെങ്കിൽ എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങൾക്ക് സാലറി പാക്കേജ് ഇൻക്രീസ് ആയിട്ട് വരും. ആൻഡ് MNCസിലൊക്കെ ജോബ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റും പാഷനും ഒക്കെ നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ഇനി നിങ്ങൾക്ക് BCA കോഴ്സിന് അഡ്മിഷൻ അസിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ ഏത് സ്പെഷ്യലൈസേഷൻ എടുക്കണം എന്നുള്ളൊരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കരിയർ ഗൈഡൻസ് ഞങ്ങൾ തരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.